ഇന്നത്തെ മറ്റൊരു പ്രതികരണം ഞാൻ കാണുകയുണ്ടായി. ഈ ദുരന്തത്തിൽ സഹായിക്കാൻ, കേന്ദ്ര സഹായം ലഭ്യമാകാൻ രാജീവ് ചന്ദ്രശേഖരന്റെ സ്റ്റേറ്റ്മെന്റാണ് കണ്ടത്. എന്നെ ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞു സഹായിക്കണമെന്ന്. അതിന്റെ ഭാഗമായി അദ്ദേഹം, ഞാൻ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടു, ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. വളരെ വിചിത്രമായൊരു കാര്യമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരായാലും ഈ കേരളത്തിൽ ജീവിക്കുന്നവരായാലും കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളം നേരിട്ട അതിരൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് കണ്ടവരാണ്. അന്ന് നമ്മുടെ സേനകളെപ്പോലെ തന്നെ അതീവ താൽപര്യത്തോടെ ഇടപെട്ടവരായിരുന്നു കേന്ദ്ര സേനകളെല്ലാം. ഏതെങ്കിലും ഒരു BJP നേതാവിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ വന്നതല്ല. സാധാരണഗതിയിൽ സർക്കാർ എന്ന നിലക്ക് ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെടും. അങ്ങനെ വരുമ്പോൾ ആവശ്യമായ നടപടികൾ പെട്ടെന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ മൂത്ത മകൾ നേവിയെ ബന്ധപ്പെടുന്ന കാര്യം എന്നോട് പറയുന്നുണ്ട്. നേവിയിലേക്ക് അധികൃതരെ ബന്ധപ്പെട്ടാൽ അപ്പം തന്നെ പ്രതികരിക്കുന്ന നിലയാണ് ഉണ്ടാകുക. നമ്മൾ ദുരന്തങ്ങൾക്ക് ശേഷം അവരുടെ സ്തുത്യർഹമായ സേവനം പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ തന്നെ രേഖപ്പെടുത്തുക. ഇതെല്ലാം പരസ്യമായി നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നടക്കേണ്ട ഒരു കാര്യത്തിൽ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോട് അഭ്യർത്ഥിച്ച്, ഒരു മന്ത്രി അഭ്യർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ മന്ത്രി അങ്ങനെ അഭ്യർത്ഥിക്കില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് മന്ത്രി അഭ്യർത്ഥിക്കുന്ന നില ഉണ്ടായി എന്നാണ് കാണേണ്ടത്. എന്തിനാണ് അങ്ങനെ ഒരു നിലപാടിന് പോയത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ഇവിടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതല്ല. നേരത്തെ മുതൽക്ക് അത്തരം നടപടികൾ നിരവധി ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക്ഷപാതപരമായ സമീപനം ഉണ്ടായി എന്ന് നമുക്ക് തന്നെ ആക്ഷേപം ഉന്നയിക്കേണ്ടി വന്നിട്ടില്ല ഭൂതകാലത്ത്. ഇവിടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് യഥാസമയം കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തകരാറ്. അതിന്റെ ഭാഗമായി ഇടപെടലുകൾ ഉണ്ടായില്ല. ഗൌരവത്തിൽ കാണുന്ന അവസ്ഥയുണ്ടായോ എന്നുള്ള സംശയവും. ഇപ്പൊ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട സമയം ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഗതിയായിട്ട് പോകുന്നില്ല. ഇന്നത്തെ ഘട്ടം ഏറ്റവും വേഗതയിലുള്ള നടപടികളാണ്. ഇനി വന്ന അബദ്ധങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് അതിവേഗതയിൽ നടപടികൾ സ്വീകരിച്ച് ഈ കടലിൽ നഷ്ടപ്പെട്ടയാളെ, ഇദ്ദേഹം മാത്രമല്ല 3 ആളുകൾ നമ്മുടെ സഹോദരങ്ങളിപ്പോൾ കടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള നടപടികൾ ജാഗ്രതയോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ നടപടികളിൽ ഉണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ച് കുടുംബം നല്ല പരാതികളാണ് ഉന്നയിച്ചത്. ആ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്താമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ പെടുത്തുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ശരി.